നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും തകർന്നടിയുകയെന്ന സംശയമാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 230 രൂപയും ഒരു പവൻ്റെ മുകളിൽ 1840 രൂപയാണ് ഇന്ന് വൈകിട്ട് കുറഞ്ഞത്. 22 ക്യാരറ്റ് രൂപ 15,000, ഒരു പവന് 1,20,000 രൂപ. അതുപോലെ 24 ക്യാരറ്റ് രൂപ 16,364, ഒരു പവൻ 1,30,912. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,273, ഒരു പവൻ 98,186. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വാങ്ങിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ അവിടെ പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ആഭരണത്തിൻ്റെ യഥാർത്ഥ വില കൊടുക്കേണ്ടി വരുന്നത്. ഈ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുറയുമെന്ന സംശയമാണ്. ഇനി കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 216, RSS 5 കിലോ 211. ടാറ്റക്സ് 60% ആഴ്ചയിൽ 141 രൂപ 90 പൈസയാണ്. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 216, RSS 5 കിലോ 211. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. സ്റ്റോക്ക് ചെയ്തവരെല്ലാം വളരെ നിരാശയിലാണ്. റബ്ബർ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക ആൾക്കാരും സ്റ്റോക്ക് വെച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതാണ് ഇപ്പോൾ ഗ്യാസിൻ്റെയും വില കൂടാനുള്ള കാരണം. രാജ്യത്തെ ഗാർഹിക പാചകവാത സിലിണ്ടറിന്, അതായത് വീട്ടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഒരു കുറ്റിക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയാണ് കൂട്ടിയത്. കൊച്ചിയിൽ 920 രൂപയാണ് ഗാർഹിക സിലിണ്ടർ വില. വാണിജ്യ സിലിണ്ടറുകൾക്ക് ഈ വർഷം 302.5 രൂപയാണ് കൂട്ടിയത്. വിലവർധന പ്രാബല്യത്തിലായി. ഇങ്ങനെ സിലിണ്ടറുകൾക്ക് വില കൂടിയാൽ ചായയ്ക്കും മറ്റും കടകളിൽ മറ്റും വില കൂടുമെന്നുള്ളതാണ് സംശയം. അതല്ലെങ്കിൽ അളവ് കുറയുമായിരിക്കും. പശ്ചിമേഷ്യയിലെ ഇങ്ങനെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എല്ലാ മേഖലയിലും സർവത്ര കുഴപ്പങ്ങളാണ്. വില നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും ചോദ്യം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.